തൃക്കണ്ണൻ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. ഈ കഴിഞ്ഞ മാർച്ച് 11 2025 മാർച്ച് 11 യുവതിയുടെ പീഡന പരാതി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിൽ എന്ന് പറഞ്ഞിട്ട് തൃക്കണ്ണനെ പോലീസ് പിടിച്ച ന്യൂസ് എല്ലാവരും കണ്ടു കാണും. കുറേ പേര് ഈ ഒരു വിഷയത്തിൽ അവരുടെ ഒപ്പീനിയനൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസുകാരെന്താണെങ്കിലും ഒരു ഇൻഫ്ലുവൻസറെ കിട്ടിയത് കൊണ്ട് കൊട്ടി ആഘോഷിച്ച് അത് ന്യൂസും കാര്യങ്ങളൊക്കെ ആക്കി. സോ ഹാഫിസ് സജീവിനെ അന്ന് പോലീസ് പിടിച്ച സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ ക്ലിയറായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസിൻ്റെ നറേഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ അല്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തുണ്ടായ എല്ലാ ഇങ്ങനത്തെ പരാതികളിലും എപ്പോഴും കണ്ടുവരുന്നത് ഒരു സൈഡ് മാത്രമായിട്ടാണ് പല കേസുകളും നറേറ്റ് ചെയ്യുന്നതും പല കേസുകളും എടുക്കുന്നതും. ദ അതർ സൈഡ് വരുന്നില്ല പുറത്തേക്ക് എന്നുള്ളത്. സോ തൃക്കണ്ണൻ്റെ പെർട്ടിക്കുലർ കേസിനകത്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, തൃക്കണ്ണൻ പുറത്തിറങ്ങി തൃക്കണ്ണൻ്റെ വേർഷൻ പറയണം, അത് നമ്മൾ കേൾക്കണം, അതിൻ്റെ മുകളിലും കൂടി ഒരു ഓഡിറ്റ് നടക്കണം. എന്നിട്ട് ഈ വിഷയത്തിൽ കംപ്ലീറ്റ്ലി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം വിവാഹ വാഗ്ദാനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി കൊടുക്കുന്ന വാഗ്ദാനം അത് പല രീതിയിലായിരിക്കാം. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക് ആവുന്ന സമയത്ത് ഈ വാഗ്ദാനം തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് പോകുമ്പോൾ അത് പല രീതിയിലും ഒരു വൺ സൈഡഡ് കേസായിട്ട് മാറുന്നുണ്ട്. അത് സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. ദാറ്റ്സ് എ ഫാക്ട്. അത് ഏറ്റവും കൂടുതൽ ആണുങ്ങൾക്കാണ് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അവരുടെ ലൈഫിലാണ് ഒരു ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ ഒരു പ്രോപ്പർ റീസൺ അറിയണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും തൃക്കണ്ണൻ്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ വേണമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതായിരുന്നു. സോ ഇപ്പോൾ ഇന്ന് തൃക്കണ്ണൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ ഒരു അപ്ഡേറ്റ് ആണിത് എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് നടക്കുന്നത് കൊണ്ട് ഈ കാര്യത്തിനെക്കുറിച്ച് പറയാൻ കുറച്ചധികം ലിമിറ്റേഷൻസ് ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ അവസാനം വിധി വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ഈ കേസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് ഇതിൻ്റെ വേണ്ടിയുള്ള എല്ലാ കാര്യത്തിനും ഞാൻ പൂർണ്ണമായി സഹകരിക്കുമെന്നും ഈ ഒരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ എനിക്ക് വേണ്ടി സംസാരിച്ചവരും എന്നെ മനസ്സിലാക്കിയവർക്കും നന്ദി. എല്ലാം പഴയതുപോലെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ തൃക്കണ്ണൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഞാൻ ഏപ്രിൽ 1 ഇറങ്ങുന്നത്. അപ്പോൾ മെൻ്റലി അത്ര ഞാൻ ഓക്കെ അല്ലായിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ പോലും. എനിക്ക് അങ്ങനെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കേസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടോ എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിന്റെ വിധി വരണം, അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ കേസിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സഹകരിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്താ അന്വേഷണത്തിന്റെ ഭാഗമാണെങ്കിലും എന്താണെങ്കിലും ഞാൻ സഹകരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, എനിക്ക് പറഞ്ഞ കണക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം എല്ലാം ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. ഞാനും ഈ പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാകുന്ന പോലെ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വഴക്കുകളൊക്കെയാണ് ഇപ്പം ഇവിടെ കൊണ്ട് എത്തിച്ചത്. പിന്നെ പറഞ്ഞ പോലെ പ്രൊഫഷണലി കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് BP ഉള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞ പോലെ ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ടും വീക്കാണ്. ഞാൻ ഇമോഷണലി എനിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയി. വീട്ടിൽ തന്നെ ആയിരുന്നു. ഞാൻ ആരോടും സംസാരിക്കാറില്ല. ഇവൻ എൻ്റെ കൂട്ടുകാരന്മാരോട് ഞാൻ സംസാരിക്കാറില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മാർച്ച് 11 എൻ്റെ വീട്ടിൽ നിങ്ങൾ ന്യൂസിൽ കേട്ട പോലെ വാടക വീടാണെന്ന് പറയപ്പെടുന്ന എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അപ്പോഴാണ് എന്താണ് കാര്യങ്ങളെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ഈ ഒരു കേസ് ഉണ്ട്, ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ അറിയുന്നത്. അതും കൂടെ കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഡൗണായി പോയി. എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ കരച്ചില്ലായിരുന്നു. ന്യൂസിൽ കണ്ടാണ് ഞാൻ കരഞ്ഞുകൊണ്ടാണ് കയറി പോകുന്നതൊക്കെ ആയിട്ട് ന്യൂസിൽ കണ്ടു കാണുമായിരിക്കും. വീട്ടിലും എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ ന്യൂസും കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനൊരു വീഡിയോ ഒരു കമൻറ്റ് സെക്ഷൻ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോലും ആണെങ്കിലും കമൻറ്റ് പോലും ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ആ ഒരു ടൈമിൽ അറസ്റ്റ് ചെയ്യുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നോ ഒരു പിടുത്തമില്ലായിരുന്നു എനിക്ക്. അങ്ങനെ എന്നെ മാർച്ച് 11 റിമാൻഡ് ചെയ്യുന്നു. ഈ വൈകുന്നേരം റിമാൻഡ് ചെയ്യുന്നു. ആ ഒരു ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ പോയി ഒരു ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ തന്നെ ചിന്തിച്ചു നോക്കി, എൻ്റെ സിനിമ, എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ, ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളാണെങ്കിൽ പോലും ഇത്രയും വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ BPD ഇഷ്യൂ ഓൾറെഡി സഫർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കേസോ അല്ലെങ്കിൽ ഇതിലുണ്ടാവുന്ന ഒരു അറസ്റ്റോ ഒന്നും താങ്ങാൻ പറ്റുന്നതല്ല.
ഞാൻ ഈ പയ്യൻ പോലീസ് കൊണ്ടുപോകുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി, ഇവൻ ഭയങ്കര സ്വാധീന ശക്തിയാണെന്നൊക്കെയാണ് അന്ന് ന്യൂസുകാർ പറയുന്നുണ്ടായിരുന്നത്. ഞാൻ അപ്പം തന്നെ പറയും, ഇവനെ സ്വാധീന ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരെ എങ്ങോട്ട് തള്ളി മറയ്ക്കണം എന്നുള്ളത്. ആൻഡ് ഈ പയ്യൻ്റെ കുറേ ഇൻ്റർവ്യൂവിൻ്റെ പോർഷൻസൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിനകത്ത്, എൻ്റെ പഴയ വീഡിയോയിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്തൊക്കെ ഇവൻ ക്ലിയർ കട്ടായിട്ട് ഇവന് എന്താണ് സോഷ്യൽ മീഡിയ എന്നും അതിൽ വരുന്ന എങ്ങനെയാണ് വള്ളികൾ നേരിടേണ്ടതും അല്ലെങ്കിൽ അതെങ്ങനെ വള്ളി പിടിക്കാതിരിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യവുമുള്ള ഒരു പയ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞൊരു കാര്യത്തിൻ്റെ മുകളിൽ ഒരു റിലേഷൻ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത് ആണ് പെണ്ണിനും കൊടുക്കാം, പെണ്ണ് ആണിനും കൊടുക്കാം, ഫൈൻ. ആൻഡ് ഒരു റിലേഷൻ മുന്നോട്ട് പോവാം. ആണിൻ്റെ ഭാഗത്തുനിന്നോ പെണ്ണിൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും രീതിയിൽ ആ റിലേഷൻ ബ്രേക്ക് ആവുകയാണ് എന്നുണ്ടെങ്കിലും, അതിലൊരു കോംപ്ലിക്കേഷൻ വരികയാണ് എന്നുണ്ടെങ്കിലും, നിയമപരമായിട്ട് പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്, ഒരു കേസിന് പോകുന്ന സമയത്ത് സ്ത്രീ കൊടുക്കുന്ന കേസിന് എപ്പോഴും ഒരു പ്രയോറിറ്റി വരും. ഓക്കെ, അത് ഇവിടുത്തെ നിയമം അങ്ങനെ തന്നെ വേണം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചിലർ കൊടുക്കുന്ന കേസുകളിൽ അല്ലെങ്കിൽ ചിലർ കൊടുക്കുന്ന ഇങ്ങനത്തെ പരാതികളിൽ ആ പരാതികളിൽ വരുന്ന ഈ പറഞ്ഞ വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റ്, ഫൈൻ, ആ ഒരു ആസ്പെക്റ്റിനകത്ത് ചിലപ്പോൾ എന്താ അറിയോ, വിഡ്രോ ചെയ്യുന്നത് ഒരാണായിരിക്കും ഒരു റിലേഷനിൽ വിഡ്രോ ചെയ്യുന്നത്, സ്ത്രീ ആയിരിക്കും കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആണിന് അവൻ്റെ ഭാഗത്ത് ആ പെർട്ടിക്കുലർ റിലേഷനിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ മാത്രമുള്ള അവന് കാരണമൊക്കെ ഉണ്ടാവും, റീസൺസ് ഉണ്ടാവും. പക്ഷെ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ കാണാനോ ഒന്നും ഉള്ള ഒരു വഴിയൊന്നും ഉണ്ടാവില്ല. ഒറ്റയടിക്ക് വിവാഹ വാഗ്ദാനത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നു, ആളെ പിടിച്ച് അകത്തിടുന്നു. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഈ കേസ് കൊടുത്ത ലേഡി തന്നെ ഇവന് മൾട്ടിപ്പിൾ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻസിൽ നിന്നും ഒക്കെ പലപ്പോഴായിട്ട് ഇതേപോലെ പല കേസും സെറ്റിൽ ചെയ്ത് പൈസ കൊടുത്ത് ഇറങ്ങി വന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊടുത്തു എന്നുള്ള രീതിക്കാണ് അന്ന് പോലീസിൻ്റെ നറേഷൻ വന്നിട്ടുള്ളത്. സോ മേ ബി ഇവർ തമ്മിലുള്ള ചാറ്റോ കാര്യങ്ങളോ കൊടുത്ത സമയത്ത് അതിനകത്ത് എനിക്ക് വിവാഹ വാഗ്ദാനം കിട്ടിയില്ല, പ്രൈമ ഫേസിൽ തന്നെ കുറേ കാര്യങ്ങൾ വാട്സാപ്പോ അല്ലെങ്കിൽ ചാറ്റോ കാര്യങ്ങളോ ഫോട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് തെളിവ് കാണിച്ചു കൊടുത്ത് കാണണം. ആൻഡ് ഇവൻ്റെ ഒരു വർക്ക് സ്പേസ് ഉണ്ട് വീടിനടുത്ത് തന്നെയുള്ള, പറഞ്ഞ പോലെ തന്നെ ന്യൂസിലൊക്കെ പറഞ്ഞ വാടക വീട് എന്ന് പറഞ്ഞ സെറ്റപ്പ് അത് അവൻ്റെ തന്നെയാണ്. ആ വർക്ക് സ്പേസിലേക്ക് വന്നു പോകുന്ന പെൺകുട്ടികൾ ഇവൻ ദുരുപയോഗം ചെയ്യാൻ കൊണ്ടുവന്ന് പോകുന്നു. അതവർ അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് അവരുടെ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് വന്നു പോകുന്ന ആൾക്കാരെ വരെ അന്ന് ന്യൂസുകാരത് വേറെ രീതിക്ക് സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ ഇവൻ കംപ്ലീറ്റ്ലി പറയുന്നില്ല. ഞാൻ അന്ന് എൻ്റെ പറഞ്ഞ ഡൗട്ടുകളിൽ തന്നെ ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. ഞാൻ അന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പോലീസ് നറേറ്റീവ് ഉണ്ടല്ലോ, ഇതിൻ്റെ ആ പോലീസ് നറേഷനും ഞാൻ അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളോ അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളും ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം. ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി 3,65,000 ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇയാൾക്കുണ്ട്. ട്രിക്കണ്ണൻ എന്നാണ് പേര്. ഇയാളെ നിരവധി സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്നാണ് നമ്മൾ പ്രൈമറി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പെൺകുട്ടിയായിട്ട് ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം നിരവധി സ്ഥലത്ത് ഇവർ ശാരീരിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ വിവാഹ വാഗ്ദാനം നടത്തി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പ്രതി എന്താണ് പറയുന്നത്? പ്രതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വഴക്കിട്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പം ഇന്നലെ പെൺകുട്ടി നിരവധി തവണ ഈ പെൺകുട്ടി ഇയാളെ വിളിച്ചതാണ്. ഫോണിൽ വിളിച്ച ശേഷം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും ഇയാൾ അതിന് സമ്മതിച്ചിട്ടില്ല. പിന്നീടാണ് ഈ പെൺകുട്ടി നിരവധി തവണ ഇയാളെ കോൺടാക്ട് ചെയ്തിട്ട് ഇയാൾ പിന്മാറുകയായിരുന്നു. പിന്നെ ആ കുട്ടി തന്നെ പറഞ്ഞു നിരവധി വേറെ കുറേ റിലേഷൻഷിപ്പ് ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ നറേഷൻ ഫ്രം ദ പോലീസുകാർ പറഞ്ഞതിൽ നിന്ന് 1-2 ഡൗട്ട്സ് എനിക്ക് തോന്നിയ ഡൗട്ട്സ് ഞാൻ പറയാം. ഇവരിപ്പോൾ ഈ തൃക്കണ്ണനെ അറസ്റ്റ് ചെയ്തു, തൃക്കണ്ണൻ്റെ ഒരു വേർഷൻ എന്താണെങ്കിലും പുറത്ത് വരണം. തൃക്കണ്ണൻ പുറത്ത് വന്ന് തൃക്കണ്ണൻ്റേതായിട്ടുള്ള എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു വേർഷൻ വരട്ടെ. പോലീസുകാർ ഇപ്പോൾ തൃക്കണ്ണൻ പറഞ്ഞു എന്ന് പറയുന്നത് എന്താ, ഇവർ രണ്ടുപേരും റിലേഷനിലായിരുന്നു, തെറ്റി, വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതെ ആയ സമയത്ത് ആ ലേഡി കേസ് കൊടുക്കാൻ വേണ്ടി വന്നു. ഓക്കെ, അതായത് വിവാഹ വാഗ്ദാനം നൽകിയതിൽ നിന്ന് അയാൾ മാറിയപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി വന്നു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ, ആ ഡാൻസർ ജുനൈദോ അങ്ങേരുടെ പേരിൽ കേസായി സീനായ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാഗ്ദാനം നൽകുന്നത് നമ്മളൊരു പ്രോമിസ് നൽകുകയാണ്. ആ പ്രോമിസിന് മുകളിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മളെ കല്യാണം കഴിക്കുമല്ലോ, മനസ്സിലായോ, നമുക്ക് കല്യാണമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ലൈഫുണ്ട്, ഈ വ്യക്തിയോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു വാഗ്ദാനം നൽകി ചതിക്കുന്നത് ചതി തന്നെയാണ്. ചതിയല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് അങ്ങോട്ട് കൊടുത്താലും പെണ്ണ് ഇങ്ങോട്ട് തന്നാലും ഫൈൻ. പക്ഷേ ഇവിടെ നിയമം, കേസ്, കാര്യങ്ങൾ നോക്കുമ്പോൾ ആണുങ്ങൾക്കാണ് പണി കിട്ടുക. എത്ര കേസുകളായി ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഒരാളും പഠിച്ചിട്ടില്ല. ആണുങ്ങൾക്ക് നല്ല 8ൻ്റെ പണിയാണ്.
ഇതിനകത്ത് പോലീസുകാരൻ പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഈ വ്യക്തിക്കെതിരെ ഈ ഒരു പെൺകുട്ടി മാത്രമാണോ കേസ് കൊടുത്തത്? ഓക്കെ, ഈ പറയപ്പെടുന്ന പെൺകുട്ടി മാത്രമാണോ കേസ് കൊടുത്തത്? ഈ പറയപ്പെടുന്ന പെൺകുട്ടി മാത്രമാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ഇയാൾക്ക് വേറെ പെൺകുട്ടികളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നത് എന്ന് പോലീസിൻ്റെ നറേറ്റീവ് വന്നത്? അതോ പോലീസുകാർ ഇയാളുടെ ഫോൺ എടുത്ത് പരിശോധിച്ച സമയത്ത് വേറെ പെൺകുട്ടികളുമായിട്ടുള്ള ചാറ്റിങ്ങോ കാര്യങ്ങളോ ഇതേപോലത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിലൊരു ക്ലാരിറ്റി വേണം. ഫൈൻ. പിന്നെ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞപ്പോഴേക്കും ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇയാളുടെ ഫോണിനകത്തുനിന്ന് ഈ ലേഡിക്കുള്ള ചാറ്റ്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ചാറ്റിനകത്ത് ഈ പ്രോമിസ് എവിടെയെങ്കിലും കൊടുത്തതായിട്ട് കിട്ടിക്കാണുവർക്ക്, അല്ലെങ്കിൽ ആ ലേഡി എന്നെ എടുത്ത് സ്ക്രീൻഷോട്ടോ സാധനം എടുത്ത് കൊടുത്തു കാണും. അങ്ങനെ സാധ്യത എനിക്ക് പേഴ്സണലി തോന്നുന്നുള്ളൂ. ഓക്കെ. പിന്നെ ഇവർ ഈ പറയുന്ന നിരവധി സ്ത്രീകളോ അങ്ങനെയാണ്, കുറേ ന്യൂസിൽ പോലീസുകാരുടെ നറേഷൻ അങ്ങനെയാണ്, നിരവധി സ്ത്രീകളെയായിട്ട് ഇവർ ഇതേപോലെ ഈ വ്യക്തി ബന്ധത്തിലുണ്ട്, അതിനുശേഷം ഇത് സെറ്റിൽ ചെയ്യുന്നുണ്ട്, കുറേ കാര്യങ്ങൾ സ്ത്രീകളായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് പിന്നെ സെറ്റിൽ ചെയ്ത് വിടുന്ന ഒരു പതിവുണ്ട് എന്നൊക്കെയാണ് ഇവരുടെ നറേഷൻ വരുന്നത്. എന്താണെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയി കൂടുതൽ കേസുകൾ വന്നാൽ മാത്രമേ ആ നറേഷൻ എന്തുണ്ടാവുള്ളൂ, ഒരു സോളിഡ് തിങ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം ഇപ്പോൾ ആരെയാണോ പ്രണയ വാഗ്ദാനം അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം കൊടുത്തത് ആ ലേഡിയുടെ ഒരു വാക്ക്, എന്നെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ അന്വേഷിക്കണം എന്നുള്ളത് ചിലപ്പോൾ പറഞ്ഞു കാണും, ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് കാണും, അതിൻ്റെ മുകളിലായിരിക്കാം. ഓക്കെ. അപ്പോൾ പോലീസ് നറേഷൻ്റെ മുകളിൽ ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഒന്നും കൂടി കേട്ടത്. ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. ഇവിടെ വിവാഹ വാഗ്ദാനം കൊടുത്തു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി തന്നെയാണ് ഇവനെ വിളിച്ച് കിട്ടാത്തപ്പോൾ പോയിട്ട് കേസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവൻ എന്തുകൊണ്ട് ആ റിലേഷനിൽ നിന്ന് മാറി നിന്നു എന്നുള്ളത് ഇവൻ്റെ വേർഷനാണ്. അതിനി പറയാൻ പറ്റില്ല. കോടതിയും കേസും നിയമമായിട്ട് പോകുമ്പോൾ ഇനി അവനെങ്ങനെ പറയാൻ പറ്റും? ആൻഡ് ആ കുട്ടി തന്നെയാണ് പറയുന്നത് ഇവന് മൾട്ടിപ്പിൾ റിലേഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ പൈസ കൊടുത്ത് ഒതുക്കിയതാന്നുള്ളത്. ഒക്കെ അവരുടെ വേർഷൻസാണ്. ഒരു കേസായതുകൊണ്ട് ഇവനിപ്പോൾ ഇതേ പറയാൻ പറ്റുന്നുള്ള അവസ്ഥയിൽ ഇവനും പെട്ടുപോയി. പക്ഷേ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അപ്പം എനിക്ക് വേണ്ടി കിടന്ന് ഓടുന്ന എൻ്റെ വീട്ടുകാർ, എൻ്റെ കൂട്ടുകാർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ സ്ട്രോങ് ആയിട്ടിരിക്കണം. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സർവൈവ് ചെയ്ത് എങ്ങനെയൊക്കെയോ പോയത്. ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് വേറൊരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടാകുന്നത്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിക്കളഞ്ഞത്. കാരണം എൻ്റെ ഉമ്മയുടെ വാപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിയുന്നത് പത്രത്തിൽ കൂടെയാണ് അറിയുന്നത്. അപ്പം എനിക്ക് ആ ടൈമിൽ ആരോട് എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു, കരച്ചിലായിരുന്നു ഞാൻ. അത് സത്യം പറഞ്ഞാൽ കുറേ എന്നെ മെന്റലി ഒന്നും കൂടെ ഡൗൺ ആക്കിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വെളിയോട്ട് ഇറങ്ങത്തില്ല. പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് നോക്കിയേ വരുന്നത്. ഇനി അങ്ങോട്ടേക്ക് വീഡിയോസും പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്നെ മെന്റലി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഉടനെ തന്നെ എല്ലാം റീസ്റ്റാർട്ട് ചെയ്യും ഞാൻ. ഇതുവരെ എന്നെ ഈ പ്രശ്നം വന്നപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബിഗ് താങ്ക്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ആൾക്കാർ നിൽക്കുമെന്നും അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുമെന്നും. എന്നെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം എന്താണ് കാര്യങ്ങളെന്നൊക്കെ. പിന്നെ ഈ പരസ്പരം പ്രേമിച്ചു എന്ന തെറ്റിന്, അതിപ്പോൾ തെറ്റാണെങ്കിൽ ഞാൻ മാത്രം പീഡകനായി. സാരമില്ല, എന്തായാലും കാലം തെളിയിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇതുവരെ എനിക്ക് വേണ്ടി സംസാരിച്ചവർക്കും എന്നെ മനസ്സിലാക്കിയവർക്കും നന്ദിയുണ്ട്. ഇപ്പം ഞാൻ കാര്യം കൂടെ പറയാം. നമ്മൾ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ ബാഡ് ടൈമിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ് എൻ്റെ കൂടെ നിന്നത് ആ സമയത്ത്. അവർക്കൊക്കെ നന്ദിയുണ്ട്. ഇത് നന്ദിയിൽ പറഞ്ഞാൽ എനിക്ക് തീർക്കാൻ പറ്റത്തില്ല. കാരണം അവരതിന് മാത്രം കിട്ടി ഒന്ന് കടന്നു ഓടിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കെൻ്റെ അത്രയും അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട്. ഓക്കെ. എന്താണെങ്കിലും ഈ പയ്യന് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവൻ പറഞ്ഞു വെച്ച വാക്കുകളിൽ പലതും നല്ല കുറുക്കി കൊള്ളുന്ന സാധനങ്ങളാണ്. ഞാൻ മാത്രം പീഡകനായി ഇപ്പോൾ എന്നുള്ള കാര്യമൊക്കെ അവൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ദർ ഈസ് എ ഡിഫറെൻറ്റ് ആംഗിൾ ടു ദിസ് ഓൾ ടുഗെദർ. ഇത് ന്യൂസുകാരെ കയ്യിൽ കിട്ടി, ന്യൂസുകാരെ FIRയുടെ ഒരു പ്രൈമ ഫേസിൽ അവർ എഴുതി വെച്ച FIRയുടെ ഡീറ്റെയിൽസ് വായിക്കുന്നു. അതിനകത്ത് ആ ലേഡി കൊടുത്ത കംപ്ലയിൻറ്റിനകത്ത് ഇവന് മൾട്ടിപ്പിൾ റിലേഷൻ്റെ കാര്യം പറയുന്നു. പിന്നെ ഓബിയസ്ലി ഇങ്ങനത്തെ ഒരു കേസ് പോകുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന സാധനം, ഈ വാഗ്ദാനം കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഒരാൾ കൊടുക്കാനും മറ്റേ ആളത് റിസീവ് ചെയ്യാനും. അങ്ങനെയാണോ ഈ പരിപാടി നടക്കുന്നത്? ആൻഡ് അത് റിസീവ് ചെയ്തതിന് ശേഷം ഒരു ടൈമിൽ മനസ്സിലാവുകയാണ്, അല്ലെങ്കിൽ പിന്നെ അത്രത്തോളം നിങ്ങളെ മോശമായിട്ടാണ്. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു പെർട്ടിക്കുലർ ഞാൻ തൃക്കണ്ണൻ്റെ കേസിനാട്ടോ പറയുന്നത്. തൃക്കണ്ണൻ്റെ കേസിന് എനിക്ക് ആദ്യം മുതൽ ഇതുവരെയുള്ള ഒരൊറ്റ സംശയം, പോലീസുകാർ പറയുന്ന ഓരോ നറേഷനിലൊക്കെ ആൻഡ് തൃക്കണ്ണൻ്റെ വേർഷൻ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പറഞ്ഞതൊക്കെ, ആ കുട്ടി വിളിച്ചിട്ട് ഇവൻ എടുത്തില്ല, ഇവൻ മാറി നിൽക്കുകയില്ല. ഇവൻ എന്തിനു മാറി നിന്നു? ഇവൻ ആ റിലേഷനിൽ നിന്ന് എന്തിനു മൂവ് ഔട്ട് ചെയ്തു? എന്തായിരുന്നു ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ? എന്തുകൊണ്ട് അങ്ങനെ അവൻ മാറി? അതിൻ്റെ കാരണം എന്ത്? രണ്ട് സൈഡും എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതിനകത്ത് ക്ലിയർ അല്ല, ഇപ്പോഴും ക്ലിയർ അല്ല. ഇവനിപ്പോൾ ഇതേ പറയാൻ പറ്റൂ, കാരണം ഇവനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾക്കൊരു അലിഗേഷൻ വന്നതോട് കൂടിയിട്ട് അയാൾ കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ ഇവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അലിഗേഷനാണ്, ഒരു മാസീവ് കോൾ ഔട്ടൊക്കെ വരണം. അപ്പോൾ തൃക്കണ്ണൻ്റെ കേസിൽ ആ പെൺകുട്ടി പറഞ്ഞ പോലെ ഇവൻ ഇതിനു മുമ്പും പല പെൺകുട്ടികളെയും കൊണ്ടുപോയി സെറ്റിൽമെൻറ്റ്സ് നടത്തി എന്നുള്ളൊരു കാര്യം പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോൾ ഒരു കോൾ ഔട്ട് എന്തുകൊണ്ട് വന്നില്ല? ആ ഒരു കേസിൽ മാത്രമായി പോയി, അത് മാത്രം അങ്ങനെ ഒതുങ്ങി നിന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പെർട്ടിക്കുലർ കേസ് എനിക്ക് അന്നും ഇന്നും തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃക്കണ്ണൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുമ്പോഴേ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഇവർ ഈ പറയുന്നത് പോലെ ഒരു വീട്ടിലേക്ക് കുറേ പെൺകുട്ടികളെ കൊണ്ടുപോയി, അവിടെ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് പലരും വന്ന് അഭിനയിച്ചിട്ട് പോകും. ഓക്കെ, അതൊക്കെ ന്യൂസുകാരൊക്കെ കിട്ടുമ്പോൾ പല വേർഷൻസ് ആവും. ഇനി FIR വായിക്കുന്ന സമയത്ത് ന്യൂസുകാർക്ക് അത് വായിച്ചിട്ട് ഏത് രീതിക്കും ഈ സംഗതി മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെ 10 റിലേഷൻ 15 റിലേഷൻ അത് ഇതേപോലെ ഇങ്ങനെ പൈസ കൊടുത്ത് ഒതുക്കി ഇവൻ മറ്റെന്താ സ്വാധീന ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് രീതിക്കാണ് പോർട്രേറ്റ് ചെയ്ത് വെക്കുന്നത്? എന്താണെങ്കിലും ഇവൻ ഇത്രയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, നല്ലത്. കാരണം ഇതുകൊണ്ടൊരു മനസ്സമാധാനം ആ പയ്യന് കിട്ടും. എന്താണെങ്കിലും കോടതിയും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് ഞാൻ എന്നുണ്ടെങ്കിൽ അവരതവിടെ കോടതിയിൽ തെളിയിച്ച് ഒരു വിധിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇനി ഫർദറായിട്ട് ഡിസ്കസ് ചെയ്യാം. അല്ലാത്ത പക്ഷം അവൻ്റെ ഭാഗം പറയാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. ഓക്കെ, ആൻഡ് അവന് ഇനിയും കോണ്ടന്റ് ക്രിയേഷനും അവൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് അവന് മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം നേരത്തെ ആ പെൺകുട്ടിയുടെ കേസിൽ പറഞ്ഞ പോലെ ഇതന്നെ അവൻ്റെ സ്ഥിരം തൊഴിൽ എന്നുള്ള രീതിയിൽ കുറേ കുട്ടികളെ പറ്റിച്ചു എന്നുള്ള സാധനത്തിൽ ഒരു കോൾ ഔട്ടൊന്നും വരാത്തതുകൊണ്ട് ഇവർ തമ്മിൽ എന്തുണ്ടായി എന്നുള്ളതിലൊരു ഫൈനൽ വേർഡിക്റ്റ്, അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് വരുന്നത് വരെ ഞാൻ പറയുന്നത് അവൻ്റെ ജോലി ചെയ്യാൻ വിടണം. നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, അവന് നന്നായിട്ട് അത് ചെയ്യാനറിയാം. ലെറ്റ് ഹിം ഡു ഇറ്റ്. അതിനുശേഷം നമുക്കറിയാമല്ലോ, കാലം പോകുന്നതിനനുസരിച്ച് നമുക്ക് കേസും കാര്യങ്ങളൊക്കെ കഴിയുന്നതിനനുസരിച്ച് ആയിരുന്നു പിന്നെ ആരും നോക്കൊന്നുമില്ല. യൂട്യൂബിലെ സ്വാധീന ശക്തി, ഇൻഫ്ലുവൻസർ സ്വാധീന ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കാണിച്ച മീഡിയാസിനൊന്നും നാളെ അവൻ്റെ ഭാഗത്താണ് ഞാൻ എന്നുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അത് കാണിക്കാനുള്ള മനസ്സോ കാണൂല. അവരവരുടെ പ്രൊഫൈലിൽ തന്നെ പറയേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇതുപോലെ. ലെറ്റ് സീ. അതെന്താണെങ്കിലും ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഒന്നുമല്ല, ബട്ട് അവന് പറയാൻ പറ്റിയ കുറേ കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ട് പോയി. എൻ്റെ ഡൗട്ടിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾക്ക് എനിക്കും ഒരു ചെറിയൊരു ക്ലാരിറ്റി എനിക്കും കിട്ടി. ബിക്കോസ് നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ, നമ്മളൊരു കോണ്ടന്റ് ചെയ്തിട്ട് നമ്മൾ ഒരാളെക്കുറിച്ച് അന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ഇൻബോക്സിൽ. നീ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടല്ലേ അവൻ അങ്ങനെ പറഞ്ഞത്, ഈ ഇഷ്യൂ വന്നപ്പോൾ നീ എന്താ ഇങ്ങനെ സംസാരിച്ച്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ചില കേസുകൾ നമുക്ക് FIR വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കുന്ന രീതി അത് മനസ്സിലാവും. അത് ഈ പണി ചെയ്തിപ്പോൾ തഴമ്പായി എന്ന് പറയും, നമ്മൾ പണി എടുത്തെടുത്ത് നമ്മൾ ശീലിക്കും. അതുപോലെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ആയിപ്പോയി. കാരണം എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് എന്തോ ഉണ്ട്. കാരണം ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എന്താ ഇവനെതിരെ ഇങ്ങനെ വന്നേ, എന്താ അങ്ങനത്തെ ഒരു കേസ് പോയേ, മനസ്സിലായോ? ആണ് സംഗതി. അപ്പോൾ വേറെ ഒന്നുമല്ല. എന്താണെങ്കിലും തൃക്കണ്ണൻ്റെ ഒരു ചെറുതാണെങ്കിലും ഇറ്റ്സ് ആൻ ഓക്കെ എക്സ്പ്ലനേഷൻ. ഓക്കെ, അവൻ പോട്ടെ. അവൻ്റെ ഈ പറഞ്ഞ കോണ്ടന്റ് ക്രിയേഷനും സംഗതികളും സിനിമയും അവൻ്റെ ഡ്രീമൊക്കെ ആയിട്ട് അവൻ പോട്ടെ. തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഇൻ ഫ്യൂച്ചർ.